എന്റെ പാട്ടു തോൽക്കില്ലടോ, അടികൊണ്ടു നേടിയതെല്ലാം തലമുറ തീണ്ടിത്തുലയ്ക്കും. വെടികൊണ്ടു നേടിയതെല്ലാം ചുടുകാട്ടിലാറിത്തണുക്കും. കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും നമ്മൾ നാടിന് കാതലായിരിക്കും. കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും നമ്മൾ നാടിന് കാതലായിരിക്കും. കാട്ടുപൂവിന്റെ ചൂരണക്കല്ലേ, നാട്ടുമാവിന്റെ വേരറുക്കല്ലേ. കാട്ടുപൂവിന്റെ ചൂരണക്കല്ലേ, നാട്ടുമാവിന്റെ വേരറുക്കല്ലേ. രാത്രി പൂക്കണ പൂവിനിതെന്തൊരു വെളുവെളുപ്പാണ്ടോ, നാട്ടിൽ പൂക്കണ പൂവിനിതെന്തൊരു വെളുവെളുപ്പാണ്ടോ. കാട്ടിൽ പൂക്കണ പൂവിനിതെന്തൊരു ചൊകചൊകപ്പാണ്ടോ, കാട്ടിൽ പൂക്കണ പൂവിനിതെന്തൊരു ചൊകചൊകപ്പാണ്ടോ. തോക്കു തോൽക്കും കാലം വരും വരെ നാക്കു തോൽക്കില്ലടോ, എന്റെ വാക്കു തോൽക്കില്ലടോ. തോക്കു തോൽക്കും കാലം വരും വരെ നാക്കു തോൽക്കില്ലടോ, എന്റെ വാക്കു തോൽക്കില്ലടോ. നോക്കു തോൽക്കും കാലം വരും വരെ പാട്ടു തോൽക്കില്ലടോ, എന്റെ പാട്ടു തോൽക്കില്ലടോ. പാട്ടു തോൽക്കില്ലടോ, എന്റെ പാട്ടു തോൽക്കില്ലടോ. പാട്ടു തോൽക്കില്ലടോ, എന്റെ പാട്ടു തോൽക്കില്ലടോ. അഭിവാദ്യങ്ങൾ. ധന്യ ചേച്ചി അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. വരൂ ചേച്ചി, വായ വായ. പാട്ട് തോൽക്കില്ല രശ്മി, പാട്ട് തോൽക്കില്ല ഒരിക്കലും. ഞാൻ ഇന്നിവിടെ വെറുതെ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ മാത്രം വന്നതാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഇന്നലെ ആ വിഷ്വൽസ്, മിനിങ്ങാനത്തെ ആ വിഷ്വൽസ് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇടുകയും ചെയ്തു. എൻ്റെ മോള് ഡൽഹിയിലായിരുന്നെങ്കിൽ അവളൊരു ജോലിയും പിടിച്ച് 4 പിള്ളേരും കൂട്ടി അവൾ അവിടെ ഉണ്ടായിരിക്കും. അതാണ് റിയാലിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ പാഷൻ്റെ, നമ്മുടെ സത്യത്തിൻ്റെ, അതിൻ്റെ ആ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ എല്ലാവരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ വേണം നമുക്ക് മുന്നോട്ട് ഈ നേഷനെ നയിക്കാൻ. പക്ഷേ നമ്മൾ ഈ സിസ്റ്റം ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഇമോഷണൽ ആകാതെ നമ്മൾ ഇത്തിരി ഒന്ന് പുറകോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. There's lots to talk about, but this I want to highlight. The rot has set in. അതിൻ്റെ സിമ്പിളാണ് ഈ നമ്മൾ നിൽക്കുന്നത് ഇന്ന്. ഇത്രയും നാളും നമ്മൾ ആരും പ്രതികരിച്ചിട്ടില്ല, ഞാനും പ്രതികരിച്ചിട്ടില്ല. ഞാൻ എഴുതും, എൻ്റെ സ്റ്റോറീസിൽ എഴുതും എന്നല്ലാതെ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ ഒരു പ്രൊട്ടസ്റ്റിനും ചേർന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ഇന്ന് എത്തിയിരിക്കുന്നത് ഇസ് ബിക്കോസ് യു നോ ദ വാട്ടർ ഇസ് ഓവർ അവർ ഹെഡ്സ്. ഇനി അതെങ്ങനെ നമുക്ക് സിസ്റ്റത്തിനെ ശരിയാക്കാം എന്നാണ് ചിന്ത. ഒരാളുടെ റെസിഗ്നേഷൻ കൊണ്ട് അത് സോൾവ് ആവില്ല. It has to be a consistent effort, conscious effort every single day of our lives from now on. I'm very angry. I'm angry at also myself. ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. And I think all of us have never questioned how the system has become so bad, so corrupt, so inept. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യം, ലെറ്റ് us just go to the root of the question. എത്ര പേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അനുവാദമുണ്ട് നമ്മുടെ സ്കൂൾസിൽ, നമ്മുടെ സിസ്റ്റത്തിൽ? കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അനുവാദം ഇല്ലാത്തടത്താണ് നമ്മൾ വളർന്നു വരുന്നത്. ഒബീഡിയൻ്റ് ആയിട്ട് സെർവ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും സപ്പോർട്ട് കിട്ടുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് എപ്പോഴും പ്രോബ്ലം ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ്. അത് നമ്മുടെ കണ്ടീഷനിങ് ആണ്. വി ആർ കണ്ടീഷൻ ടു തിങ്ക്, ടു സബ്സ്ക്രൈബ്, ടു ഫോളോ. I hope I'm not taking more time. So this is the root thing which we need to address. That is number 1.
Second, at every level, wherever you go, you know that the corruption has set in. We are all corrupt. So unless you set fire to yourselves and, you know, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാത്തിനെ എടുത്ത് കളയാതെ നമുക്ക് ഈ നേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. And for that, first of all, we need to understand that we have only one home, which is our earth, our planet and our country. അപ്പം നമ്മൾ സെപ്പറേറ്റ് അല്ല. We are all interconnected. We are all one. Unless you start thinking like that we are all one. നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. Nothing divides us. Not caste, not religion, nothing. We are one എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ പോയാലേ നമുക്ക് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. So that this does not repeat itself. As far as the governments are concerned, we are well within our rights to dissent, to disagree, to express our protests, as we are doing, all of us are doing today. I do not subscribe to any political party. I am telling you, I do not subscribe to any political party because I subscribe to only causes. അവർ ചെയ്യുന്നത് എന്താണ്, അവർ സപ്പോർട്ട് ചെയ്യുന്ന കോസ് എന്താണ്, അവരുടെ ഐഡിയോളജി എന്താണ്, അത് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുമാത്രമായിട്ടേ ഞാൻ ഡിസഗ്രി ചെയ്യുന്നുള്ളൂ. എനിക്ക് ലീഡേഴ്സ് ഇല്ല. ഗവൺമെന്റ് is meant to serve people. Government is not meant to rule people. That is one thing you guys need to understand. They're not ruling us, they are serving us. They are our elected representatives. And as long as democracy has to exist in this country, we should be able to see them in that light. നമ്മൾ അവരെ ആ പൊസിഷൻ ഓഫ് ഹൈറാർക്കിയിൽ അങ്ങ് മേലെ കൊണ്ട് വെക്കുമ്പോഴാണ് പവർ കറപ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന പോലെ. So we need to learn that they are not our rulers, they are our representatives. So ആ ഒരു മൈൻഡ് സെറ്റോടെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ each of us has a contribution to make, and once we realize that and we can do it, I think there will be a rapid change. Grassroot level ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയാലേ ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ ഒരു ഈഗിൾസ് ഐ വ്യൂവിൽ നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. So ജയ് ഹിന്ദ്. Let this nation thrive and survive. And handing over the baton to all of you guys. You are the younger generation. You will take this nation forward with the spirit, with the love, with the truth it deserves. Right? Love you all. Thank you.